വഹാ ആ ജാവോ മേ തുമാരാ ഇന്തസാർ കറൂങ്ക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ഹിന്ദി ക്ലാസ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വഹാ ആ ജാവോ. വഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാ, മേ തുമാരാ ഇന്തസാർ കറൂങ്ക, ഞാൻ നിന്നെ കാത്തിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയാണ്. ഒരു അടിച്ചു പൊളിക്കാനാണ്, നമ്മൾ ചെക്കന്മാരൊക്കെ കൂട്ടിയിട്ട് അടിച്ചു പൊളിക്കാനാണ്. അപ്പം ഞാൻ എൻ്റെ ചങ്ങായിനെ വിളിക്കാണ്, ഫോനോട് പറയാണ് വഹാ അവിടെ ആജാവു. ആജാവ് എന്ന് പറഞ്ഞാൽ വരൂ, വഹാ ആജാവു അവിടെ വരൂ, അവിടെ വാ. മേ തുമാരാ ഇന്തസാർ കറൂങ്ക, മേ ഞാൻ തുമാരാ നിന്നെ ഇന്തസാർ കറൂങ്ക. ഇന്തസാർ കറൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്നെ കാത്തു നിൽക്കാം, എന്നെ വെയിറ്റ് നിൽക്കാം എന്നുള്ളതാണ്, എന്നെ പ്രതീക്ഷിച്ച് നിൽക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? വഹാ ആജാവ് പറഞ്ഞില്ലേ? വഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ, യഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, യഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, വഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ, ആജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ വരൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആജാവോ എന്ന് പറയുന്ന നേരം വരിക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെയും നമ്മളിപ്പോൾ നമ്മളെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിലും വാ ഇവിടെ വാ ആജാവ് അങ്ങനെയും പറയും. ഇനി അവിടെ വാ, നാളെ നീ അവിടെ വാ എന്ന് പറയുന്നതാണ് പറയും. വഹാ ആജാവ് അവിടെ വാ, വാ വരൂ, വാ എന്നുള്ളതിനാണ് ആജാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞാൽ മനസ്സില്ല, വഹാ ആജാവ്. അപ്പോൾ പരിപാടി ഇന്ന് തുടങ്ങി, 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഓൻ പോകുന്നില്ല. അപ്പോൾ ഓൻ്റെ മറ്റേ ചങ്ങായി ചോദിക്കാൻ, അല്ലടാ നീ പോയിക്കില്ലേ? അപ്പോൾ ഓൻ്റെ മറുപടി ഇതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? മേ ഉദർ നെഹി ജാ സക്ത. ഉദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ, ഇതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ. ഓൻ വിളിച്ചെടുത്ത് ഉദർ അവിടെ, ഉദർ നെഹി ജാ സക്ത. നെഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ജാ സക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവോ പോകുന്നു പറഞ്ഞില്ല, ജാ സക്ത. സക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ക്യാൻ എന്ന് പറയുന്നുള്ള കഴിയുക എന്നുള്ളതാണ് സക്ത. നെഹി സക്ത അല്ലെങ്കിൽ നെഹി ജാ സക്ത, എനിക്ക് പോകാൻ കഴിയില്ല. ജാവോ പോകൂ, ജാവോ ജാവോ ഉദർ. ക്യൂ നെഹി ജാ സക്ത, എന്തുകൊണ്ടാണ് പോകാൻ കഴിയാത്തത്? അന്നേരം തന്നെ ചോദിച്ച് ക്യൂ നെഹി ജാ സക്ത, എന്തിനാ പോകാൻ കഴിയാത്തത്? എന്താ പോകാൻ കഴിയാത്തത്? ഷായദ് മേരാ പിതാജി ഉദർ ആനെ കാ ചാൻസ് ഹെ. ഷായദ് മേരാ പിതാജി ഉദർ ആനെ കാ ചാൻസ് ഹെ. എൻ്റെ ഉപ്പയും അവിടെ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ അടിച്ച് പൊട്ടിക്കുന്ന സൈസാണ്. കുരുത്തക്കേട് പാർട്ടി, കുരുത്തക്കേട് അടിയും പിടിയും ഉള്ള എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് ഡാൻസും പാട്ടൊന്നും ഉപ്പാക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ഷായദ് ഒരു പക്ഷേങ്കിൽ ഒരു മേ ബി എന്ന് പറയുന്നില്ല ഹിന്ദിയിൽ, അതാണ് ഷായദ് എന്ന് പറയുന്നത്. ഷായദ് മേരാ പിതാജി ബി, പിതാജിയും എൻ്റെ ഉപ്പയും, പിതാജി ബി. ആ ബി എന്ന് പറയുന്ന ഉപ്പയും അതും കൂടി എന്നുള്ളതാണ്, അതും കൂടി ഉൾപ്പെടുത്തും. പിതാജിയും ഉപ്പയും, ഉപ്പ എന്ന് പറഞ്ഞാൽ പിതാജി, ഉപ്പയും കൂടി എന്ന് പറയുന്നത് പിതാജി ബി, മേരാ പിതാജി ബി, എൻ്റെ പിതാജി ബി ഉദർ അവിടെ ആനേക്ക വരാനുള്ള ചാൻസ് ഉണ്ട് മോനെ, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്, അതാ എനിക്ക് പോകാൻ കഴിയില്ല. മുझे ഉദർ ജാനേ ഹി സക്ത, എനിക്ക് പോകാൻ കഴിയില്ല. ക്യൂ നെഹി സക്ത, എന്തുകൊണ്ട് കഴിയില്ല? അപ്പോൾ ഇതാണ് പറഞ്ഞത്, പിതാജി ബി ഉദർ ആനേക്ക ചാൻസ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് തമാശകളൊക്കെ നടന്ന് ഇവൻ്റെ കമ്പനിക്കാരെല്ലാവരും കൂടി ഇവനെ പൊക്കിയെടുത്ത് ആ പാർട്ടിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നീ വെറുതെ ബിൽക്കുൽ ആജാവും, എന്തായാലും നീ വരണം, അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അങ്ങനെ തിരിച്ച് കൊണ്ടുപോയാൽ തന്നെ പറഞ്ഞ മാതിരി ഓൻ്റെ ഉപ്പ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൻ്റെ ഉപ്പാനെ മുമ്പ് തന്നെ നമ്മളൊരു സിനിമ സ്റ്റൈൽ പറയാണ്, യെ മേരാ പിതാജിയെ അല്ലെങ്കിൽ യെ മേരാ പാപ്പാ ഹെ, പാപ്പ എന്ന് പറയാം. പാപ്പ എന്ന് പറഞ്ഞോ, അതും പറയാം, പിതാജി എന്നും പറയാം, പാപ്പ എന്നും പറയാം, എല്ലാം പറയാം. ഉപ്പാക്കും അച്ഛനിക്കൊക്കെ പാപ്പ പിതാജി എന്നൊക്കെ പറയാം. യെ മേരാ പാപ്പ ഹെ. കുട്ടികൾ കമ്പനിക്കാരോട് പറയാണ്, യെ മേരാ പാപ്പ ഹെ. എന്നിട്ട് പാപ്പാക്ക് ഒരു വെച്ചു കൊടുത്ത് പാപ്പാനോട് പറഞ്ഞ എന്തെന്നറിയോ? മുझे ആശീർവാദ് ദീജിയേ പാപ്പ, മുझे ആശീർവാദ് ദീജിയേ, മുझे ആശീർവാദ് ദീജിയേ, എന്നെ അനുഗ്രഹിച്ചാലും, എനിക്ക് പൊരുത്തം തന്നാലും എന്നൊക്കെ പറയില്ലേ, ആ ഉറുപ്പാൻ്റെ ഒരു പൊരുത്തം, ആ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു പൊരുത്തം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആശീർവാദ് ദീജിയെ, എന്നെ ഒന്ന് അനുഗ്രഹിച്ചാലും, മുझे ആശീർവാദ് ദീജിയെ, എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ അച്ഛന് എന്തായി? അപ്പോൾ എന്തായി? അച്ഛനിക്ക് ആശീർവാദ് കൊടുക്കാതിരിക്കാൻ ഒരു രക്ഷയില്ലാണ്ടായി. എല്ലാവരുടെ ഇടയിൽ നിന്നല്ല ചോദിക്കുക, എന്നെ അനുഗ്രഹിച്ചാലും എനിക്ക് പൊരുത്തം തന്നാലും മുझे ആശീർവാദ് ദീജിയെ എന്ന് പറയുന്നത്. പറഞ്ഞ അച്ഛാ ബേട്ട, ജീത്തേ രഹോ ബേട്ട, ജീത്തേ രഹോ ബേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീത്തേ രഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനേന്ന്, ജീത്തേ രഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെന്നും ജീവിക്കുക എന്നുള്ളതാണ്. ജീത്തേ രഹോ, എന്നെന്നും ഒരുപാട് കാലം ജീവിക്കുക, അങ്ങനത്തെ ഒരു പൊരുത്താണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കാലം ജീവിക്കട്ടെ എന്നാ മോനെ, സന്തോഷത്തിൽ വാ മോനെ എന്നൊക്കെയുള്ള പറയുന്നത് ജീത്തേ രഹോ എന്നാണ് ഹിന്ദിക്കാരൊക്കെ പറയുക. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈ ചെറിയ ഒരു
വിഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും, ലൈക്ക് അടിക്കുക, ഒരു നല്ല കമൻ്റ് അയക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ബാഡ് കമൻ്റ് അയച്ചോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യ്. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഏതായാലും പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും നന്ദി.